guys, welcome back to my YouTube channel. I'm back with another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർ സ്കൂൾ റുട്ടീൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ അല്ലേ ഇരിക്കുന്നത്? പക്ഷേ എനിക്കത്ര സുഖമല്ലായിരുന്നു ഈ ഒരു വീക്ക്. അത്യാവശ്യം നല്ല സ്ട്രെസ്ഡ് ആയിരുന്നു. പഠിക്കാനും ഒരു ലോഡ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതിനിടെ എനിക്ക് പനിയും പിടിച്ചു. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡും ബേൺ ഔട്ടും ആയിട്ട് എനിക്ക് സ്കൂളിൽ പോയാലും ഒരു ഗ്ലൂമി മൂഡായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടോ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആഫ്റ്റർ സ്കൂൾ റുട്ടീൻ, ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പം ഏകദേശം ഒരു 4:45 ആവും കേട്ടോ. പിന്നെ ഞാൻ പഠിക്കാനിരിക്കുമ്പം എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഫോണിൽ നോക്കി പഠിക്കാനിരിക്കുമ്പോൾ എന്തായാലും ഒരു 6 മണി 6:30 ആവും. ഇതിനിടെ ഞാൻ ഉറങ്ങും കൂടെ ചെയ്യും കേട്ടോ. കാരണം എനിക്കല്ലാതെ വന്ന് പഠിക്കാനിരുന്നാലും ഒരു തേങ്ങയും മനസ്സിലാവില്ല. ഫുൾ ഒരു ഉറക്കം വൈബാണ്. കാരണം ഞാൻ വെക്കേഷൻ ടൈമിൽ നല്ല ഒരു ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമായിരുന്നു. അതുമല്ല ഈ സ്കൂളിൽ പോയിട്ട് വരുമ്പം നല്ല ക്ഷീണമാണ്. എന്തോ കിളയ്ക്കാൻ പോയിട്ട് വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പഠിക്കാതിരിക്കുന്നതിന് മുമ്പേ എന്തായാലും മസ്റ്റായിട്ട് ടു ഡു ലിസ്റ്റ് എഴുതാൻ നിങ്ങൾ മറന്നു പോകരുത്. ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് പഠിക്കാതിരിക്കുമ്പം നമ്മളൊരു ടാസ്ക്സും മറന്നു പോവില്ല, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാതെ സ്കൂളിലേക്ക് പോവില്ല. നമ്മൾ എന്നിട്ട് ഇതെടുത്ത് ഒന്നെങ്കിൽ സ്റ്റിക്കി നോട്ടിലോ അല്ലെങ്കിൽ ഇതേപോലെ നോട്ട് പാഡൊക്കെ വാങ്ങിച്ചിട്ട് എഴുതി ഫ്രണ്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്കൊരു ഓർമ്മ വരും. വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്റ്റ് ആകുമ്പോഴും ഇത് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഓർമ്മ നമുക്ക് വരും കേട്ടോ. അപ്പം അങ്ങനെ എഴുതാണ്. ഞാനിതെൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ വീണ്ടും പറയുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ +1 സ്കൂൾ തുറക്കാറായില്ലേ? അടുത്ത ആഴ്ചയാണ് നിങ്ങളുടെ സ്കൂൾ തുറക്കുന്നത്. നിങ്ങളതിന് എല്ലാ പ്രിപ്പറേഷൻസും ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ കുറച്ച് പേര് ഞാൻ +1 പഠിച്ച രീതിയും സ്റ്റഡി പ്ലാനും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ അബൌട്ട് +1 സയൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോ കേട്ടോ. അപ്പം അതിനൊരുപാട് വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും കണ്ട ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് യൂസ്ഫുൾ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഐ ജെന്യുവൻലി തിങ്ക് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു ടു. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഞാൻ കെമിസ്ട്രി ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ദിവസവും എന്തായാലും ഒരു 3-4 വിഷയം പഠിക്കാനുണ്ടായിരിക്കും. എന്നും ഉണ്ടാവുന്നത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ആണ്. പിന്നെ സെക്കൻഡ് ലാംഗ്വേജോ ബോട്ടണി സുവോളജിയും ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് പീരീഡ് കുറവാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. ഇതിനിടെ എന്നോട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഒരു ചാപ്റ്റർ പഠിക്കാൻ എത്ര സമയമാകും. ജെന്യുവൻലി എനിക്ക് തോന്നുന്നു +2 അത്യാവശ്യം നല്ല സമയമാവും. ആൻഡ് അതുപോലെ തന്നെ സൈലത്തിലെ ചാപ്റ്റേഴ്സ് എത്ര പെൻഡിങ് കിടപ്പുണ്ട്, എങ്ങനെയാണ് ക്ലാസ്സസ് ഒക്കെ കാണുക സ്കൂളിൻ്റെ കൂടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിവിടെ ആക്ച്വലി ഒരുപാട് ബാക്ക്ലോഗ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതൊട്ടും അനുയോജ്യമാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു 1-2 ആഴ്ച എന്തായാലും വേണ്ടി വരും ഈ ഒരു ക്ലാസ്സസിൻ്റെ ഒപ്പം, സ്കൂളിലെ ക്ലാസ്സസിൻ്റെ ഒപ്പം സൈലത്തിലെ ഓൺലൈൻ ബാച്ചിൻ്റെ ക്ലാസ്സും കൊണ്ടുപോകാൻ എനിക്ക് എന്തായാലും നല്ല സമയം എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു റുട്ടീനിലേക്ക് ഞാൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യും. പക്ഷെ ഇപ്പം ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന അന്നന്ന് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അതുപോലും പറ്റുന്നില്ല. പിന്നെ ഇങ്ങനെ അപ്പോൾ ഈ വീഡിയോയിൽ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. ആൻഡ് എനിക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ ചെറുതായിട്ട് ഇറിറ്റേറ്റ് ആവുന്ന പോലെ ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ആക്ച്വലി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് നല്ല വോയിസ് ക്ലാരിറ്റിയിൽ സംസാരിക്കാനാണ്. പക്ഷേ ഇന്ന് എനിക്കത് പറ്റിയിട്ടില്ല. ഇവിടെ നല്ല മഴയാണ്, അതുപോലെ വീട്ടിൽ അത്യാവശ്യം ബഹളങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തില്ല. എനിക്കിനി ഇത് അടുത്ത ആഴ്ചയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ഒരു ഇതിലാണെങ്കിലും എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിവേ താങ്ക് യു.